പണം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ 13,000-ൽ 10,000 പേരും നമ്മുടെ മലയാളികളാണ് എന്നതാണ് ഞെട്ടിക്കുന്ന വാർത്ത. ഇതിനിടയിൽ അവ്യക്തത ഉള്ളത് 2-3 കാര്യങ്ങളിലാണ്. ഒന്ന്, ഈ പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല, കേരളത്തിൽ നിലവിലുള്ള, ഇന്ത്യയിൽ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും അതേ പേരിലല്ല ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ KMCC ആണ് അവിടുത്തെ ലീഗ്, ഓവർസീസ് കൾച്ചറൽ കോൺഗ്രസ് എന്നൊക്കെ പറയുന്നതാണ് അവിടുത്തെ കോൺഗ്രസ്. ഇപ്പോൾ ഓരോ സംഘടനയ്ക്ക്, ഇപ്പോൾ ദല എന്ന് പറഞ്ഞാൽ ദുബായിലെ CPM ആണ്. ഓരോ നഗരങ്ങളിലും CPM സംഘടനകൾക്ക് വേറെ വേറെ പേരുകളാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്ത് പേരിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓരോ നഗരത്തിലും പ്രവർത്തിക്കുന്നത്, നമുക്ക് അതൊരു കവർ ചെയ്ത പേരായിരിക്കും, മുഖം മറച്ച പേരായിരിക്കും. അതുകൊണ്ട് ഏത് പേരിലാണ് ഇവർ അവിടെ പ്രവർത്തിക്കുന്നത്, ഏത് പേരിലാണ് സംഭാവന പിരിച്ചത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. രണ്ടാമത്തെ കാര്യം, ഈ വിദേശ മലയാളികൾക്കൊരു സ്വഭാവമുള്ളത്, ആര് സംഭാവന ചോദിച്ചാലും കൊടുക്കും. അത് നാട്ടിലായാലും കൊടുക്കുന്നു മാത്രമല്ല, വിദേശത്ത് അവർ താമസിക്കുന്നിടത്ത് എന്ന് ചോദിച്ചാൽ ഉദാരമായിട്ട് കൊടുക്കും. അപ്പൊ കൊടുക്കുന്നത് പലപ്പോഴും ഇത് പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല. അങ്ങനെ അറിയാതെ പെട്ടവരും ഉണ്ടാവാം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത്, ഒരു സാധ്യത. രണ്ട്, ഈ ചോദിക്കുന്നത് പലപ്പോഴും ഞങ്ങളുടെ സംഘടനക്കായിട്ടാണ് എന്ന് പറഞ്ഞിട്ടാവില്ല. എന്തെങ്കിലും ചാരിറ്റിയോ നാട്ടിൽ ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും മഹത്തായ കാര്യങ്ങളോ പള്ളി നിർമ്മാണോ ഒക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക. അങ്ങനെ കൊടുത്തവരും ഉണ്ടാകാം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ വന്നിരിക്കുന്നത്, ഈ ട്രാൻസാക്ഷനൊക്കെ തന്നെ, ഈ സംഭാവന പിരിക്കുന്നതൊക്കെ തന്നെ മുസ്ലിം സംഘടനകൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ഇപ്പോൾ അക്കൗണ്ട് ത്രൂ ആക്കിയിരിക്കുന്നു. കാരണം അത് സുതാര്യമാകാനും അതിനകത്ത് വെട്ടിപ്പ് തടയാനും അഴിമതി തടയാനും ഒക്കെയാണ്. സ്വന്തം പാർട്ടിക്കാരെ തന്നെ, പാർട്ടി ലീഡർഷിപ്പിന്റെ തന്നെ അഴിമതി തടയാൻ വേണ്ടി സ്വീകരിച്ച മുസ്ലിം ലീഗാണ് ഏറ്റവും മാതൃകാപരമായി സ്വീകരിച്ചത്. പോപ്പുലർ ഫ്രണ്ടും അത് സ്വീകരിച്ചിട്ടുണ്ടാവണം തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ സംശയാസ്പദമായ ഒരു കാര്യമുള്ളത്, ഇതിനകത്ത് അറിഞ്ഞുകൊണ്ട് പെട്ടവർ എത്ര പേരുണ്ട്, അറിയാതെ പെട്ടവർ എത്ര പേരുണ്ട് എന്ന് നമുക്ക് അറിയാൻ അത്ര എളുപ്പമല്ല. ഒരു പക്ഷേ മറ്റു മാർഗങ്ങളിലൂടെ NIA അത് കണ്ടെത്തിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം വളരെ ഷാർപ്പായിട്ട് ഈ 10,000 അക്കൗണ്ട് ഹോൾഡേഴ്സ് കേരളത്തിലേക്ക് വരുന്നത് വളരെ ജാഗ്രതയോടെ അവർ കാത്തിരിക്കുന്നതും വന്നാൽ അറസ്റ്റ് ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ടായിരിക്കാം. ഞാൻ ഭയപ്പെടുന്നത് അത് മാത്രമല്ല, ഈ വാർത്തയിൽ ഞാൻ ഭയപ്പെടുന്നത് മറ്റു ചിലതാണ്. എനിക്ക് വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്ന് തന്നെ അറിയാവുന്ന ഒരു കാര്യം, ഇവിടെ ക്രൈംസ്, ഇവിടെ ദേശവിരുദ്ധമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട്, മനുഷ്യാവകാശങ്ങൾക്കെതിരായി പ്രവർത്തിച്ചിട്ട്, ഇവിടുത്തെ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട്, വലിയ അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട്, കൊടിയ കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തിയിട്ട് പലപ്പോഴും ഈ ഇസ്ലാമിക തീവ്രവാദികൾ ഒളിച്ചു പാർക്കാൻ പോകുന്നത് വിദേശ രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലാണ്, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലാണ്. അവിടെയാണെങ്കിൽ അവർക്ക് ഈ പേരിലല്ല, മറ്റു പല പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ, പല ചാരിറ്റികളുടെയൊക്കെ പേരിൽ, പല കൾച്ചറൽ ഓർഗനൈസേഷന്റെ മറവിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റും. ഞാൻ ഈ 13,000 പേരെ സംശയിക്കുന്നത് മറ്റൊരു തരത്തിലാണ് ശ്രീ അനിൽ നമ്പ്യാർ. ആ അർത്ഥത്തിലേക്ക് ഈ വാർത്തയെ എക്സ്പാൻഡ് ചെയ്യാനോ വാർത്തയുടെ ഒരു ഫോളോ അപ്പ് കൊടുക്കാനോ ജനം TVക്ക് കഴിയുമെങ്കിൽ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ സംശയിക്കുന്നത്, ഇവിടെ കൊടിയ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് ഇവിടുന്ന് നാട് കടന്ന് അവിടെ ഒളിച്ചിരിക്കുന്ന, ഇപ്പോഴും ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായിരിക്കുന്നവരാകണം ഈ 13,000 അക്കൗണ്ട് ഹോൾഡേഴ്സ് എന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ടായിരിക്കണമല്ലോ. അല്ലാതെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് അറിയാതെ സംഭാവന കൊടുത്തത് കൊണ്ടൊന്നും ഈ ഒരു വലിയ കുറ്റകൃത്യത്തിലെ പ്രതികളായി ഇവരെ ജാഗ്രതയോടെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഉത്തരവാദപ്പെട്ട ഒരു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു, ഇവിടത്തെ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ട് ഒളിച്ചിരിക്കാൻ അന്യനാട്ടിൽ പോയ ക്രിമിനൽ കുറ്റവാളികൾ തന്നെ ആയിരിക്കണമെന്നും, അല്ലെങ്കിൽ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് ഇവിടെ നിരോധിക്കപ്പെട്ടപ്പോൾ അന്യനാടുകളിൽ പോയി പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കുന്നവരോ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരോ ആയിരിക്കാനാണ് ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിലെ മഹാഭൂരിപക്ഷത്തിന്റെയും സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് സംബന്ധമായ ഒരു ക്ലാരിറ്റി കൂടി വന്നാൽ ഈ ചർച്ചയ്ക്ക് മാത്രമല്ല, ഈ വാർത്തക്ക് കൂടി കുറെ കൂടി ഒരു വ്യക്തത വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാഷ് പറഞ്ഞത് ശരിയാണ്. ഒരുപക്ഷെ അതായിരിക്കാം കാരണം, ഈ വിദേശത്ത് താങ്കൾ പറഞ്ഞതുപോലെ വിദേശത്തിരുന്നു കൊണ്ട് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ അത് രഹസ്യമായി ഏകോപിപ്പിക്കുന്നതിൽ ഒരുപക്ഷെ അവർ ബദ്ധശ്രദ്ധരായിരിക്കാം. മാത്രമല്ല, സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ട് എന്ന് നമുക്ക് അറിയാം. അത് നേരത്തെ തന്നെ പോലീസിന്റെ ഉന്നത തലങ്ങളിൽ ഇരുന്നവർ തന്നെ ആ കാര്യം വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. സ്ലീപ്പിംഗ് സെല്ലുകൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സംഘടനയെ നിരോധിച്ചു, പക്ഷേ എങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും അവരുടെ പ്രവർത്തനം സജീവമാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ കടന്നു കയറിക്കൊണ്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നുണ്ട്, വിപുലമാക്കുന്നുണ്ട്. അതും നമ്മൾ ഭീതിയോടെ തന്നെയല്ലേ നോക്കിക്കാണേണ്ടത്. ഒരുപക്ഷെ അതിനൊക്കെ അറുതി വരുത്താൻ ആയിരിക്കാം ഇത്തരത്തിലൊരു പരിശോധനയ്ക്ക് NIAയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഒക്കെ
ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്? തീർച്ചയായും ആ രണ്ട് കാര്യവും വളരെ പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനത്തിന്റെ കേരളത്തിലെ ഒരു ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, വിദേശ പണം തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ശക്തി. വിദേശത്ത് നിന്ന് കിട്ടുന്ന ഈ കണക്കിൽ പെട്ടും പെടാതെ ഇപ്പോൾ ഉള്ളൊരു വലിയ സൗഭാഗ്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് പോലും ഇത് കൃത്യമായി വലവിരിച്ച് നമ്മുടെ നാട്ടിലെ തീവ്രവാദികളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പണം കണ്ടെത്താനുള്ള സംവിധാനം ഉണ്ടല്ലോ എന്നാണ്. പണ്ട് വന്നിരുന്ന പണം മുഴുവനും ഹവാല പണമാണ്. വളഞ്ഞ വഴിക്കും കുഴലിനകത്തുകൂടെയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അന്ന് കിട്ടിയിരുന്ന പണത്തിന് പോലും കണക്കുണ്ടായിരുന്നില്ല. പണവും ആയുധവും എല്ലാം വന്നുകൊണ്ടിരുന്നത് കണക്കിൽപ്പെടാതെയാണ്. ഇപ്പൊ ഇതൊക്കെ നമ്മുടെ സ്ക്രീനിൽ വന്നിരിക്കുന്നു എന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ജാഗ്രതയാണ്. ഒന്ന്, എഫക്റ്റീവായ ഒരു ആഭ്യന്തര വകുപ്പിന്റെ മാനേജ്മെന്റ് ഉണ്ട് എന്നതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇതൊക്കെ സംഘടനകൾ പോലും ഇപ്പോ ഒരു സംഘടനയ്ക്ക് സംഭാവന കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ റെസീറ്റ് മൊബൈൽ ഫോണിൽ വരട്ടെ എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ സാങ്കേതിക വിദ്യ മാറി എന്നതാണ് ഒരു കാര്യം. തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം വരുന്നത് തടയാനുള്ള ജാഗ്രത NIA സ്വീകരിക്കുന്നുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. മാത്രമല്ല അത്തരം പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റിനെ പിന്തുണക്കേണ്ട ബാധ്യത ഇവിടുത്തെ സമാധാന പ്രേമികളായ മുഴുവൻ മനുഷ്യന്മാർക്കും ഉണ്ട്. രണ്ടാമത്തെ കാര്യം ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്പോഴൊക്കെ ഇത്തരം സംഘടനകൾ നിരോധിക്കപ്പെടുന്നുവോ അപ്പോഴൊക്കെ അവർ മറ്റു പേരിൽ പ്രവർത്തിക്കും. പലതരത്തിൽ രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഒന്ന്, ഏതെങ്കിലും കടലാസ് സംഘടന ഉണ്ടാക്കിയിട്ട് മറ്റൊരു പേരിൽ അവർ രംഗത്ത് വരികയും അവരുടെ ആക്ടിവിറ്റീസ് ഒന്നും മുടങ്ങാതെ നോക്കുകയും ചെയ്യും. അത് ഈ നിരോധിക്കപ്പെട്ട എല്ലാ സംഘടനകളുടെയും രീതിയാണ്, അറിയാലോ. പത്രം പോലും അവരുടെ മുഖപത്രം നിരോധിക്കപ്പെടുമ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ പേരിൽ അവരുടെ പത്രം മുടങ്ങാതെ നടത്തിക്കൊണ്ടിരുന്ന എല്ലാ നിരോധിത സംഘടനകൾക്കും എല്ലാവർക്കും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ടപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടാലും അതൊക്കെ തന്നെയാണ് നടക്കുക. ഇപ്പൊ അവർക്ക് തേജസ് ഇല്ലെങ്കിൽ അവരുടെ സർക്കിളിൽ മറ്റു തരത്തിലുള്ള അവരുടെ ഓർഗൻസ് ഉണ്ടാവാം, മറ്റു തരത്തിലുള്ള അവർക്ക് പത്രങ്ങൾ നടക്കുന്നുണ്ടാവാം, അവരുടെ എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നതാണ്. രണ്ട് തരത്തിൽ, ഒന്നുകിൽ കടലാസ് പേരിൽ അവരുടെ കോഡ് ഭാഷയിലൊക്കെയുള്ള സംഘടനകൾ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ടാവും. ഒന്ന്. രണ്ട്, വളരെ സമർത്ഥമായി ഇപ്പോ നിയമപരമായി അവർക്ക് SDPI ഉണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുള്ള SDPI എന്ന സംഘടന അവരുടെ കയ്യിൽ ഉള്ളപ്പോൾ അതിനെ ആർക്കും നിരോധിക്കാനാവില്ല. പക്ഷേ SDPIയിൽ പ്രവർത്തിക്കുമ്പോഴും പോപ്പുലർ ഫ്രണ്ടുകാരെ ഒരു പ്രത്യേകമായ ഒരു ജാഗ്രതയോടെ നിരീക്ഷണത്തിന് നമ്മുടെ നാട്ടുകാർ വിധേയരാക്കും. അതുകൊണ്ട് അവര് SDPIയിൽ പോലും അല്ല പലപ്പോഴും ഉണ്ടാവുക. ഒരു തരത്തിലും ഒരു സംശയത്തിന്റെ കണ്ണ് ചെല്ലാത്ത മട്ടിലുള്ള ഇവിടുത്തെ സംഘടിത ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കകത്ത്, അത് ഇടതുപക്ഷ സംഘടനകൾക്കകത്താവാം, അത് കോൺഗ്രസിനകത്താവാം, അത് പലപ്പോഴും വലിയ തോതിൽ മുസ്ലിം ലീഗിനകത്ത് പോലും ആകാം, അത്തരം സംഘടനകൾക്കകത്തേക്ക് ഇവർ നുഴഞ്ഞു കയറുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും അവർക്ക് മുടങ്ങാതെ അവരുടെ പണത്തിന്റെ ചാനൽ, വിദേശത്ത് നിന്നുള്ള സാമ്പത്തിക പിന്തുണ ഒഴുകി വരുന്നതിന് ഒരു മുടക്കവും വരുന്നില്ല എന്നതാണ് ഇക്കാലം വരെ ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ നിലനിർത്തിയത്. ഇപ്പോഴെങ്കിലും ജാഗ്രതയോടെ ഈ അക്കൗണ്ടുകൾ കണ്ടുപിടിക്കുകയും ആ അക്കൗണ്ടിന്റെ ഹോൾഡേഴ്സ് ആരാണെന്ന് NIAക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുകയും 13,000 അക്കൗണ്ട് ഹോൾഡേഴ്സ് ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിച്ച ഈ ഇന്ത്യൻ പൗരന്മാർ വിദേശത്ത് പണിയെടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അവർ വരുമ്പോൾ അവരെ രാജ്യം ചോദ്യം ചെയ്യും എന്ന നിലയിലേക്ക് ഉള്ള മുന്നറിയിപ്പുകൾ നമ്മുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കൊടുത്തിട്ടുണ്ട് എന്നത് ആശാവഹമായ, സ്വാഗതാർഹമായ, അഭിനന്ദനാർഹമായ ഒരു നീക്കമാണ് എന്നാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. യെസ്, PFIക്ക് പണമൊഴുക്കിയ ഈ 10,000 മലയാളികൾ ആരൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേള.